വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. ആരെയും നിയന്ത്രിക്കാതിരിക്കുക. നമ്മൾ എന്തുകൊണ്ട് പറയുന്നു എന്നത് അവർ അനുഭവം കൊണ്ട് തിരിച്ചറിയുന്നതുവരെ നിയന്ത്രണം അവർക്ക് ഒരു ഭാരവും ശല്യവും മാത്രമായിരിക്കും. സത്യം പറയുന്ന ശീലമുള്ള വ്യക്തിയെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റായി കാണുന്നത്. എല്ലാം ശരിയാവുന്ന ഒരു നാൾ ഉണ്ടെന്ന വിശ്വാസമാണ് എല്ലാവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസം അത് നിങ്ങൾ ചിരിക്കാത്ത ദിവസമാണ്. നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല, എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാവും. നിനക്ക് കിട്ടിയ അനുഗ്രഹം എന്തെന്നറിയണമെങ്കിൽ മറ്റുള്ളവരുടെ നഷ്ടങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാകും. ഒരു കോണിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആളുണ്ടെങ്കിൽ മറുകോണിൽ നിങ്ങളെ ചേർത്ത് നിർത്താനും ഒരാളെയെങ്കിലും ദൈവം കരുതി വച്ചിട്ടുണ്ടാവും. ആത്മവിശ്വാസം ഉണ്ടാവുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഉണ്ടാവുമ്പോഴല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴാണ്. നിങ്ങളുടെ ബിരുദം ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ പെരുമാറ്റത്തിൽ കാണപ്പെടും. പ്രായമല്ല, ഉത്തരവാദിത്തങ്ങളാണ് ഒരാൾക്ക് പക്വത നൽകുന്നത്. ചീഞ്ഞ വസ്തുക്കളൊക്കെ വളർന്നു വരുന്ന ചെടിയുടെ മുകളിൽ ഇടാറില്ല, ചുവട്ടിലിടും. കാരണം അത് നല്ലൊരു വളമാണ്. അതുപോലെ നമുക്കെതിരെ വരുന്ന തെറ്റായ വിമർശനങ്ങളെ തലയിൽ കയറ്റരുത്. താഴെയിട്ട് അതിനു മുകളിൽ കയറി നിന്ന് അതിനെ വളമാക്കി മാറ്റുക. വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. വീഴ്ചകൾ സ്വാഭാവികമാണ്, പക്ഷേ ആ വീഴ്ചകളിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്കേ വിജയമുണ്ടാകൂ. കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചയും കാതുകൾ കൊണ്ട് കേട്ട വാക്കുകളും പെട്ടെന്ന് മറന്നു പോയേക്കാം. പക്ഷേ കണ്ണ് നനയിച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത്, കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. മറ്റുള്ളവർക്ക് അത് തെറ്റായി തോന്നിയേക്കാം, എന്നാൽ അത് നമ്മുടെ കുറ്റമല്ല. പ്രതികരണം എന്താകും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ അവസാനമായി വരുന്ന വ്യക്തിയെയാണ് നിങ്ങളുടെ സന്തോഷത്തിനോ അല്ലെങ്കിൽ ദുഃഖത്തിനോ കാരണം. മറ്റൊരുവൻ്റെ ചുണ്ടിൽ വിടരുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. പറഞ്ഞു ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അറിഞ്ഞു ചെയ്യുന്നവരെ കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവുമില്ല. ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. കാത്തിരിക്കുക. അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം, ദുഃഖിക്കണം, നഷ്ടങ്ങൾ ഉണ്ടാകണം. കാരണം വിജയം അറിയാൻ പരാജയപ്പെടണം, നേട്ടത്തിനായി നഷ്ടപ്പെടണം, ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ ഇത് സഹായിക്കും. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ്. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും. പിന്നിലേക്ക് തിരിക്കാനുള്ള അവസരം കൊടുക്കാതെ ഓരോ നിമിഷവും മുന്നോട്ട് മാത്രം ഓടുന്ന ഒരു ഘടികാര സൂചിയാവുക.
ഓടുന്ന ഓട്ടത്തിൻ്റെ വേഗതയിലല്ല, മുന്നോട്ട് തന്നെ ഓടുമെന്ന ഉറച്ച നിലപാടിലാണ് കാര്യം. നിങ്ങളുടെ പ്രായത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം എണ്ണാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായും അവസാനിക്കും.